വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ്. നമ്മൾ അതിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട്. 4 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. KSRTC ബസ്സിൻ്റെ ബ്രേക്ക് പോയതാണെന്നൊരു സംശയമാണ് പ്രാഥമികമായിട്ട് മാധ്യമങ്ങളും മറ്റ്. പക്ഷേ പ്രാഥമിക റിപ്പോർട്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ടുണ്ട്. അതിൽ വണ്ടിയുടെ കുഴപ്പമാണോ ഡ്രൈവറുടെ മിസ്റ്റേക്ക് ആണോ എന്നുള്ള കാര്യം പരിശോധിക്കണമെന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അത് പരിശോധിക്കാനുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ മരിച്ച കുടുംബങ്ങൾക്ക് ആദ്യഘട്ടമായി ഒരു 5 ലക്ഷം രൂപ KSRTC നൽകി. എല്ലാ ചികിത്സാ ചെലവും അവരുടെ ഹോസ്പിറ്റലുള്ളവരുടെ എല്ലാ ചികിത്സാ ചെലവും വഹിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇവിടെ അദാലത്ത് നടക്കുന്നതുകൊണ്ടാണ് പോകാൻ പറ്റാത്തത്. ഉച്ച കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് പോകും. ഈ പറയുന്ന സ്ഥലം നിരന്തര അപകടം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. സുരക്ഷ അത് എന്താണ് സംഭവിച്ചതെന്ന് കറക്റ്റ് വിവരമില്ല. വണ്ടി ബ്രേക്കിൻ്റെ തകരാറാണെന്ന് ഇങ്ങനത്തെ വാർത്ത കാണുന്നുണ്ട്. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ ഇതുവരെയും റിപ്പോർട്ടിൽ തന്നിട്ടില്ല. റിപ്പോർട്ടിൽ രണ്ടും പരിശോധിക്കണം. വണ്ടിയുടെ മെക്കാനിക്കൽ സൈഡും പരിശോധിക്കണം. എന്താണ് അവിടെ വണ്ടിക്കകത്ത് സംഭവിച്ചതെന്ന് വണ്ടിയിലുണ്ടായിരുന്ന യാത്രക്കാരോടും സംസാരിക്കേണ്ടത്. ബ്രേക്ക് എന്ന് പറയുന്നുണ്ട് ആദ്യമായിട്ട്. അങ്ങനെയാണ് നമ്മൾ ഈ ബ്രേക്ക് പോയി എന്നുള്ള കാര്യം വന്നത്. പക്ഷേ ഏതായാലും അത് പരിശോധിക്കും, വേണ്ട നടപടി എടുക്കും. വണ്ടി ബ്രേക്ക് പോകേണ്ട കാര്യം അടുത്ത കാലത്ത് പണിതിറക്കിയ വണ്ടി എന്നാണ് അവർ പറയുന്നത്. ടൂറിസം പർപ്പസിന് വേണ്ടി മാത്രമേ വണ്ടി ഉപയോഗിക്കാറുള്ളൂ. കൊട്ടാരക്കരയിൽ നിന്നാണ് ഈ വണ്ടി എടുത്തിരിക്കുന്നത്. കൊട്ടാരക്കരയുള്ള വണ്ടിയാണ്. ഈ സമീപ പ്രദേശങ്ങളിൽ ടൂറുള്ള ദിവസങ്ങളിൽ അങ്ങോട്ട് വിളിക്കും. നല്ല വേറെ ഓട്ടമുള്ള വണ്ടിയല്ല. അപ്പം ബ്രേക്ക് പോയി എന്ന് പറഞ്ഞാൽ 2 ദിവസമായിട്ട് ഓടുന്നുണ്ട് വണ്ടി. പക്ഷേ എന്താണ് സംഭവിച്ചതെന്നുള്ളതിന് പരിശോധിക്കും, നടപടി എടുക്കുകയും ചെയ്യും. അല്ല, വണ്ടികൾ വേണ്ടേ, പുതിയ വണ്ടികൾ വേണ്ടേ? റൂട്ടിലോടാൻ തന്നെ പുതിയ വണ്ടികളില്ല. കാരണം അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല വണ്ടികളെ ഉല്ലാസയാത്ര പോകാൻ വേണ്ടിയിട്ട് പരമാവധി പണിതൊക്കെ റെഡിയാക്കിയാണ് കൊടുക്കുന്നത്. നമ്മുടെ ഒരു നിവൃത്തികേടെന്ന് പറയുന്നത് പുതിയ വണ്ടി വാങ്ങാൻ നിവൃത്തിയില്ല എന്നുള്ളതാണ്. പുതിയ വണ്ടി വാങ്ങട്ടെ. പുതിയ വണ്ടി വാങ്ങുമ്പോൾ നമുക്ക് കൊടുക്കുക. ഏത് വണ്ടിയോട് ഏറ്റവും നല്ല വണ്ടി കൊടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ നമുക്ക് നിവൃത്തിയില്ലല്ലോ, പുതിയ വണ്ടി വാങ്ങാൻ നിവൃത്തിയില്ല. അല്ല, അത് തന്നെ പഴയ നിവൃത്തിയില്ലല്ലോ, വേറെ വണ്ടിയില്ലല്ലോ. പുതിയ വണ്ടി ഉണ്ടെങ്കിൽ എന്തെല്ലാം ചെയ്യും. പുതിയ വണ്ടി ഉണ്ടെങ്കിൽ റൂട്ടിൽ ആദ്യം ഓടിക്കണ്ടേ. ഇത്രയും എല്ലാ ദിവസവും പബ്ലിക് കയറി ഇറങ്ങുന്ന റൂട്ടിൽ ഓടിക്കണ്ടേ. നിവൃത്തിയില്ല, പുതിയ വണ്ടിയില്ല. പുതിയ വണ്ടി വാങ്ങാൻ നിർവാഹം നിവൃത്തിയില്ല. ഉള്ള കാര്യം പറയാമല്ലോ, ഒന്നും പറയേണ്ട കാര്യം. എവിടുന്ന് എടുത്ത് വെച്ച് വാങ്ങുന്നത്? പൈസ കൊടുക്കാതെ വണ്ടി തരുമോ? വണ്ടി വാങ്ങിയ തന്നെ കോടിക്കണക്കിന് കൊടുക്കാനുണ്ട്. അശോക് ലേലൻ്റെ കമ്പനിക്കാർക്ക് 3 കോടി രൂപ കൊടുക്കാനുണ്ട്. അവർ വണ്ടി തരില്ല. പൈസ കൊടുത്താലേ വണ്ടി തരൂ. പുതിയ വണ്ടിക്കും പൈസ കൊടുത്താലേ ഇപ്പോൾ തരത്തുള്ളൂ. ആരും ക്രെഡിറ്റ് ഒന്നും തരുന്നില്ല. ലാഭത്തിലൊന്നും ആയില്ല. 1-2 ദിവസം ലാഭത്തിലായി എന്നുള്ളതല്ല, നഷ്ടം കുറഞ്ഞു എന്നുള്ളതല്ലാതെ ലാഭത്തിലൊന്നും ഇത് ആവില്ല. പെട്ടെന്നൊന്നും നടക്കുന്ന കാര്യമല്ല. ലാഭത്തിലൊന്നും ആവില്ല. ബഡ്ജറ്റ് ടൂറിസം വളരെ വിജയകരമായി നടക്കുന്നതാണ്. പക്ഷെ അവിടെ നമ്മൾ പരമാവധി ഇപ്പം നവീകരിച്ച വണ്ടികൾ, ഇത് നവീകരിച്ച വണ്ടിയാണ് കേട്ടോ. അതാണ് വണ്ടി നല്ല പെയിൻ്റൊക്കെ അടിച്ച് സീറ്റൊക്കെ മാറ്റി നവീകരിച്ച് കൊണ്ടുവന്നാണ് കൊട്ടാരക്കരയിൽ. അത് പത്തനാപുരത്ത് കൊണ്ടുവന്നിരുന്നു. പിന്നെ കൊട്ടാരക്കരയിൽ മാറ്റിയായിരുന്ന വണ്ടി. കാരണം കൂടുതൽ ടൂർ അവിടെ നിന്ന് ആയതുകൊണ്ട് അങ്ങോട്ട് മാറ്റുകയാണ്. അന്വേഷിക്കാൻ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. വിശദമായ റിപ്പോർട്ട് വന്നില്ല. പ്രാഥമിക റിപ്പോർട്ടിൽ 2 വശം പരിശോധിക്കണം എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്. അതനുസരിച്ച് അന്വേഷണം നടക്കും. എന്താണ് തകരാറുള്ളത്.